അയോധ്യയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വൻ വികസന പദ്ധതികളെയും മാതൃകാപരമായ മാറ്റങ്ങളെയും പ്രകീർത്തിച്ച് മുൻ ബാബറി മസ്ജിദ് കേസ് ഹർജിക്കാരൻ ഇക്ബാൽ അൻസാരി രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നാലെ അയോധ്യയിലെ തെരുവുകളും അടിസ്ഥാന സൗകര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നതായി അൻസാരി വ്യക്തമാക്കി. അയോധ്യയിലെ വികസന വിപ്ലവത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ദീർഘവീക്ഷണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തർക്കങ്ങളുടെയും പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങളുടെയും നിഴലിൽ നിന്ന് മാറി അയോധ്യ ഇന്ന് വികസനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുതിയ ചരിത്രം കുറിക്കുകയാണ്. ആധുനിക വിമാനത്താവളവും ലോകോത്തര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനും വിശാലമായ 4 വരി പാതകളും സജ്ജമായതോടെ അയോധ്യയുടെ മുഖച്ഛായ തന്നെ പൂർണ്ണമായി മാറി. അയോധ്യയിലെ ജനങ്ങൾക്ക് വികസനത്തിന്റെ യഥാർത്ഥ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങിയെന്ന് മുൻ ബാബറി കേസ് വ്യവഹാരി ഇക്ബാൽ അൻസാരി തുറന്നു പറഞ്ഞു. പ്രദേശവാസികൾക്ക് ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് തുറന്നു കിട്ടിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നഗരത്തിന്റെ ഈ ദ്രുതഗതിയിലുള്ള മാറ്റത്തിന് കാരണമെന്ന് അൻസാരി വ്യക്തമാക്കി. विकास रहा, अयोध्या में रोजगार रहा, अयोध्या में सारी चीजें जो है मौजूद रही. माननीय मुख्यमंत्री जी की देन रही, प्रधानमंत्री जी की देन रही. कि मंदिर के साथ साथ में जो है अयोध्या में कुंड हो, सड़क हो, पार्क हो, एयरपोर्ट हो, रेलवे स्टेशन हो, सबका विकास हुआ. സുപ്രീം കോടതി വിധിയെ തുടർന്ന് നിർമ്മിക്കപ്പെട്ട ശ്രീരാമക്ഷേത്രത്തിൽ ഇന്ന് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും പരസ്പര ബഹുമാനത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിയുന്ന അയോധ്യ ഇന്ന് ഭാരതീയ സംസ്കാരത്തിന്റെയും സമഗ്ര വികസനത്തിന്റെയും ഉജ്ജ്വല മാതൃകയായി മാറിയിരിക്കുകയാണ്. ജനം, ഡൽഹി.